ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കരുമാലൂരിൽ അടച്ചുപൂട്ടിയ അംഗനവാടി ഉടൻ തുറന്നു നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിക്കുന്ന 134-ാം നമ്പർ അംഗനവാടി സ്വകാര്യ വ്യക്തികൾ താഴിട്ട് പൂട്ടിയതിൽ പ്രതിഷേധിച്ച് അംഗനവാടി ടീച്ചർമാരും രക്ഷകർത്താക്കളും നാട്ടുകാരും ചേർന്ന് സാംസ്കാരിക നിലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. 10 വർഷമായി VH കോളനിയിലെ സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിച്ചു പോരുകയായിരുന്നു. ഇത് 3 ആഴ്ചയായി സാംസ്കാരിക നിലയം താഴിട്ട് സ്വകാര്യ വ്യക്തി പൂട്ടിയത് മൂലം കുട്ടികൾക്കും ഗർഭിണികൾക്കും പോഷകാഹാരം കൊടുക്കാൻ സാധിക്കുന്നില്ല. 12 കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും SC വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും പരാതികൾ കൊടുത്തെങ്കിലും യാതൊരുവിധ നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല. മന്ത്രി P. രാജീവ് 30 ലക്ഷം രൂപ അംഗനവാടി കെട്ടിടം പണിയാൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ആസ്തിയിൽപ്പെട്ട സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി കയ്യേറി വെച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൽ ഇതുമായി പരാതി കൊടുത്തെങ്കിലും യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് അധികാരികളും എടുക്കുന്നില്ല. സാംസ്കാരിക നിലയത്തിൽ പുതിയ കെട്ടിടം പണിയുന്നതുവരെ അംഗനവാടി പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നും സാംസ്കാരിക നിലയം തുറന്നു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരും കുട്ടികളുടെ രക്ഷകർത്താക്കളും അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജനകീയ പ്രതിഷേധം സാംസ്കാരിക നിലയത്തിന് മുന്നിൽ നടത്തി. ഇനിയും ഇതിനൊരു തീരുമാനം ഇല്ലെങ്കിൽ സമരം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കരുമാലൂർ പഞ്ചായത്തിന്റെ 15-ാം വാർഡിലും 134-ാം നമ്പർ അംഗൻവാടിയാണ് 8 വർഷത്തോളമായി ഈ സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ 8 വർഷത്തിന്റെ ഇടയിൽ പല പ്രാവശ്യവും ഞങ്ങളോട് ഇവിടുന്ന് മാറാനായിട്ട് ഇവിടുത്തെ ഇത് കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകൾ സാംസ്കാരിക നിലയം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ളതും ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിട നികുതി അടച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ അവരോടുള്ള അനുവാദം വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് അന്നിരിക്കണ ബ്ലോക്ക് പഞ്ചായത്തിനോടും ഇവിടുത്തെ അന്ന് നിലവിലൊരു കമ്മിറ്റി ഉണ്ടായിരുന്ന ആ കമ്മിറ്റിക്കാരോടും ആലോചിച്ചാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിരുന്നത്. എടുക്കാൻ പറ്റാത്ത രീതിയിൽ 2 ആഴ്ചക്കാലമായി ഇത് ആരാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇത് പരാതി കാണിച്ച് ഞങ്ങൾ ബ്ലോക്കിലും പഞ്ചായത്തിലും ഒക്കെ നിരന്തരം കത്ത് കൊടുത്ത് ഇതൊന്ന് തുറന്നു തരാനുള്ള ഒരു തീരുമാനം പോലും ഇതുവരെയും എടുത്തിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റ് കമ്മിറ്റിക്കാരും ഒക്കെ വന്നുകൊണ്ട് പറഞ്ഞ് 14-ാം വാർഡിൽ സെറ്റിൽമെന്റ് സ്കൂളിൽ ഒരു പഴയ ബിൽഡിംഗ് എടുപ്പുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്ത് തരാന്ന് പറഞ്ഞു. 15-ാം വാർഡിലുള്ള കുട്ടികൾ അത്രയും കയറ്റം കയറി അവിടെ കൊണ്ടുവന്ന് ആ വാർഡിൽ 2 അംഗൻവാടി ഉണ്ട്. അതിന്റെ പരിസരത്തോണ്ട് 15-ാം വാർഡിലെ അംഗൻവാടി എങ്ങനെ പ്രവർത്തിക്കും? അത് പ്രവർത്തിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് അമ്മമാരും ഇപ്പൊ പിള്ളേരെ അപ്പൊ മേലുദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങളുടെ ജോലിയുടെയും കൂടി ഭാഗമായതുകൊണ്ട് അപ്പുറത്തെ അംഗൻവാടി 14-ാം വാർഡിലെ അംഗൻവാടി കൊണ്ടിരുത്താൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ മെമ്പറും ഞങ്ങളെ ആട്ടി ഓടിക്കുന്ന വിധത്തിലുള്ള സംസാരമാണ് അവിടെ നിന്ന് ഉണ്ടായത്. അവിടുത്തെ ടീച്ചറെ ഭീഷണിപ്പെടുത്തി ടീച്ചറിനോട് അംഗൻവാടി പൂട്ടിയിടും, അവിടുത്തെ പിള്ളേരെ അവിടെ വരുത്തിക്കാതിരിക്കും എന്നൊക്കെ അവിടുത്തെ മെമ്പറും പറഞ്ഞ് ഞങ്ങളിപ്പോ മറ്റൊരു അംഗൻവാടിയിൽ കൊണ്ടിരുത്തിയിട്ട് 3 കുട്ടികളൊക്കെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ വരുന്നത്, 3-4 പിള്ളേര്. അപ്പൊ ഇതിനൊരു പരിഹാരം ഇന്ന് ഈ കൂടിയിരിക്കുന്ന ജനകീയ സമിതി. പ്രതിഷേധ യോഗത്തിൽ മുൻ വാർഡ് മെമ്പർ മഞ്ജു അനിൽ CV, വെൽഫെയർ പാർട്ടി കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.